നമസ്കാരം. 2009 നവംബർ 8 രാവിലെ ഏകദേശം ഒരു 9 മണിയാണ്. ആ സമയത്താണ് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത്. വാസുദേവൻ പറഞ്ഞ കാര്യം കേട്ടതും ചെങ്ങന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ സംഘവും ആലപ്പുഴയിലെ ചെറിയനാടുള്ള കാർണവർ വില്ലയിലെത്തി. രാവിലെ ഒരു പോലീസ് ജീപ്പ് ചെറിയനാട്ടെ ആ കാർണവർ വില്ലയിലേക്ക് വരുന്നത് സമീപത്തുള്ള വീട്ടുകാരൊക്കെ കണ്ടു. അവരും ആ ജീപ്പ് നിൽക്കുന്ന കണ്ടതും ആ ഭാഗത്തേക്ക് വന്നു. ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയത് സർക്കിൾ ഇൻസ്പെക്ടർ ജ്യോതികുമാറാണ്. അദ്ദേഹം ബാക്കി പോലീസുകാരും ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. വാസുദേവനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം സി ജ്യോതികുമാർ വാസുദേവനൊപ്പം വീടിനകത്തേക്ക് കടന്നു. ഒരു വിശാലമായ ബംഗ്ലാവാണ് ഈ കാർണവർ വില്ല എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങിനകത്ത് ഒരു മുറിയിലേക്കാണ് വാസുദേവൻ സർക്കിൾ ഇൻസ്പെക്ടർ ജ്യോതികുമാറുമായി നടക്കുന്നത്. അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ ആ വീട്ടിലുള്ള മറ്റാളുകളെയൊക്കെ ജ്യോതികുമാറിന്റെ കണ്ണുകൾ ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട്. 2 സ്ത്രീകളും 2 പുരുഷന്മാരും ഒരു കൊച്ചുകുട്ടിയും അവിടെ ഉണ്ട്. അവരാകപ്പടെ പകച്ചു നിൽക്കുകയാണ്. ജ്യോതികുമാർ വാസുദേവൻ കൊണ്ടുപോയ മുറിയുടെ സമീപമെത്തി. അവിടെ ആ മുറിയുടെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു കാഴ്ച ജ്യോതികുമാർ കണ്ടു. മുളക് പൊടി ആ മുറിയുടെ വാതിലിൽ ഇഷ്ടം പോലെ വാരി വിതറിയിരിക്കുകയാണ്. മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ ഒരു മോഷണം നടന്നതായി ആർക്കും മനസ്സിലാവും. സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അലമാര തുറന്നു കിടപ്പുണ്ട്. അവിടെ കട്ടിലിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ തല ചരിഞ്ഞ് കിടപ്പുണ്ട്. ആ മനുഷ്യന്റെ അടുത്തേക്കാണ് സർക്കിൾ ഇൻസ്പെക്ടർ ജ്യോതികുമാർ എത്തിയത്. ആ കട്ടിലിൽ അങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന വ്യക്തിയാണ് ആ വീടിന്റെ കാർണവർ. അദ്ദേഹത്തിന്റെ പേരും അത് തന്നെയാണ്, ഭാസ്കര കാർണവർ. ഭാസ്കര കാർണവറുടെ തല ചരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു അടയാളം കാണപ്പെടുന്നുണ്ട്. ശക്തമായി ആ കഴുത്തിൽ എന്തോ വെച്ച് അമർത്തിയതിന്റെ ഒരു അടയാളം. ഒരുപാട് ഇത്തരം കേസുകൾ കണ്ടിട്ടുള്ള ജ്യോതികുമാറിന് അപ്പൊ തന്നെ കാണാൻ പറ്റി. ജ്യോതികുമാർ ആ മുറി ഒന്ന് ചുറ്റും നോക്കി. ആ മുറിയിൽ മുളക് പൊടി കാര്യമായി വിതറിയിട്ടുണ്ട്. അവിടെ മോഷണ ശ്രമത്തിനിടയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തും. ആ പോലീസ് നായ്ക്ക് മണം പിടിക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് മുളക് പൊടി വാരി വിതറിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. എന്നാലും സി അപ്പൊ തന്നെ DOSP വിവരമറിയിച്ചു. തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അനുബന്ധ ആളുകളൊക്കെ സ്ഥലത്തെത്തി. ഈ സമയത്ത് ആ ചെറിയനാട് പരിസരത്തുള്ള ആളുകളൊക്കെ ആ ഭാസ്കര കാർണവറുടെ വസതിക്ക് സമീപം തടിച്ചുകൂടിയിട്ടുണ്ട്. ഭാസ്കര കാർണവർ കുറെ വർഷങ്ങളായി US-ലായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉള്ളത്. മൂത്തയാളും കുടുംബവും ഇപ്പോഴും US തന്നെയാണ്. ഭാസ്കര കാർണവരും ഭാര്യയും കുറെ കൊല്ലം US-ലുണ്ടായിരുന്നു. ഭാര്യ മരിച്ചപ്പോഴാണ് US-ലുണ്ടായിരുന്ന ഇളയ മകനും ഭാര്യയ്ക്കൊപ്പം ഭാസ്കര കാർണവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഈ കഥയൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചപ്പോൾ CI ജ്യോതികുമാർ ആ വീട്ടിലെ ആളുകളോടും സമീപത്തുള്ള ആളുകളോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. CI ജ്യോതികുമാർ ആദ്യം സംസാരിച്ചത് ആ വീട്ടിലെ ജോലിക്കാരിയോടാണ്. അവളാണ് യഥാർത്ഥത്തിൽ ഭാസ്കര കാർണവറുടെ മരണം ആദ്യമായി അറിയുന്നത്. അവൾ രാവിലെ പതിവ് പോലെ ഭാസ്കര കാർണവർക്ക് കൊടുക്കാനുള്ള ചായയുമായി അദ്ദേഹത്തിന്റെ മുറിയിലെത്തിയപ്പോഴാണ് ഭാസ്കര കാർണവർക്ക് ഒരു അനക്കവുമില്ലെന്ന് മനസ്സിലാവുന്നത്. അവൾ അദ്ദേഹത്തെ കുലുക്കി വിളിച്ചു. അനക്കമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ മുകളിലത്തെ നിലയിലുള്ള മരുമകളെ പോയി കണ്ട് മരുമകളെ വിളിച്ചുണർത്തി. 2ാമത്തെ മകന്റെ ഭാര്യ ഷെറിൻ ജോലിക്കാരി വിളിച്ചതും അവളോടൊപ്പം ഇറങ്ങി ആ മുറിയിലേക്ക് വന്നു. ഷെറിനും ജോലിക്കാരിക്കൊപ്പം ഭാസ്കര കാർണവറെ ഒന്ന് കുലുക്കി നോക്കിയെങ്കിലും കാർണവർക്ക് ഒരു അനക്കവുമില്ല. ഭയന്നു പോയ അവർ 2 പേരും ചേർന്ന് പുറത്ത് ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ഡ്രൈവർ കം സെക്യൂരിറ്റിക്കാരനെ വിളിച്ച് വിവരം പറഞ്ഞു. അവര് പറഞ്ഞത് അയാളും അകത്തേക്ക് വന്ന് ഭാസ്കര കാർണവരെ ഒന്ന് കുലുക്കി വിളിച്ചു. കാർണവർക്ക് ഒരു അനക്കവുമില്ല. അപ്പോഴാണ് അവർക്കൊരു സംശയം തോന്നിയത്. അതുകൊണ്ടാണ് ഭാസ്കര കാർണവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവനെ അവർ വിളിച്ച് കാര്യം പറഞ്ഞത്. സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ ഭാസ്കര കാർണവരുടെ അവസ്ഥ കണ്ടപ്പോൾ കാർണവർക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായതുകൊണ്ടാണ് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞത്. ജോലിക്കാരിൽ നിന്നും ആ ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഈ വിവരങ്ങൾ CI ജ്യോതികുമാർ ശേഖരിച്ചു. ഒരു മോഷണം ആ വീട്ടിൽ നടന്നിരിക്കുകയാണ്. ആ മോഷണത്തിന്റെ ഫലമായിട്ടാണ് കാർണവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാർണവരെ കൊല്ലാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു തോർത്താണ്. ആ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് വരിഞ്ഞു മുറുക്കിയാണ് കാർണവരെ കൊന്നിരിക്കുന്നത്. കൊല്ലാൻ ഉപയോഗിച്ച തോർത്ത് CI ജ്യോതികുമാർ തൊണ്ടി സാധനമായി നേരത്തെ തന്നെ ആ കട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഫോറൻസിക് വിഭാഗം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും വിരലടയാളം ലഭിക്കും. ഫോറൻസിക് വിഭാഗത്തിന്റെ വിശദമായ പരിശോധന ആ മുറിയിൽ നടക്കുകയാണ്. ആ മുറിയിൽ
ചെറിയ തോതിൽ ഒരു മൽപ്പിടുത്തം നടന്നിട്ടുമുണ്ട്. ആ കട്ടിലിലെ ഷീറ്റും ആ കട്ടിലിലെ മറ്റ് സാധനങ്ങളൊക്കെ അത് വിളിച്ചു പറയുന്നുണ്ട്. മുളകുപൊടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വാരി വിതറിയത് പോലീസ് നായയെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ പോലീസ് നായയെ ഗന്ധം പിടിക്കാതിരിക്കാനാണ്. എന്തായാലും ഡോഗ് സ്ക്വാഡ് ആ പോലീസ് നായയെ വെച്ച് ഒരു മണംപിടുത്തൽ പരിപാടിയൊക്കെ നോക്കിയെങ്കിലും അതങ്ങോട്ട് വർക്കൗട്ടായില്ല. നായ്ക്ക് മണം പിടിക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ മുളകുപൊടി ആ മുറിയിൽ നിറയുണ്ട്. ഇതിനിടയിൽ ജ്യോതികുമാറും സംഘവും ആ മുളകുപൊടിയുടെ കേന്ദ്രം ഒന്ന് അന്വേഷിച്ചു. അവർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ആ മുളകുപൊടി എടുത്തിരിക്കുന്നത് ആ വീട്ടിലെ അടുക്കളയിൽ നിന്ന് തന്നെയാണ്. ജോലിക്കാരി അക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. അവൾ എടുത്തു വെച്ചിരുന്ന മുളകുപൊടി കാണാനില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയാം. അവൾ അത് പോലീസിനോട് പറയുകയും ചെയ്തു. പോലീസ് ഇപ്പോ തിരക്കുന്നത് മറ്റൊരു കാര്യമാണ്. ആ വീട്ടിനകത്തേക്ക് എങ്ങനെയാണ് കള്ളന്മാർ കയറിയത്? ആ വീടിന്റെ മുൻവശത്തൊരു വാതിലുണ്ട്, പിന്നീടുള്ള വാതിൽ അടുക്കള ഭാഗത്താണ്. അത് കഴിഞ്ഞ പിന്നെ ടെറസിലെ വാതിലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു വാതിൽ വഴി ആകണം കള്ളന്മാർ അകത്തേക്ക് കടന്നത്. സി ജ്യോതികുമാർ അദ്ദേഹത്തിന്റെ ആ പോലീസ് നിരീക്ഷണ ബുദ്ധി സ്വാഭാവികമായും ഉപയോഗിച്ചു തുടങ്ങുന്ന അവിടെ വെച്ചാണ്. അദ്ദേഹം ആ 3 വാതിലുകളും സൂക്ഷ്മമായി പരിശോധിച്ചു. ആ വാതിലുകളിൽ സ്പർശിക്കാതെ തന്നെ ആ വാതിലുകൾ നിരീക്ഷിച്ച ജ്യോതികുമാറിന് ഒരു കാര്യം ബോധ്യമായി. ആ വാതിലിന് സമീപത്തൊന്നും ഒരു തരത്തിലുള്ള അടയാളങ്ങളുമില്ല. അങ്ങനെ തോന്നിയതും ഫോറൻസിക്കാരെ ആ കാര്യം ജ്യോതികുമാർ അറിയിച്ചു. അവരുടെ ഒരു ടീം ആ 3 വാതിലുകളും പരിശോധിച്ചു തുടങ്ങി. ജ്യോതികുമാർ പറഞ്ഞത് 100% ശരിയാണ്. അവിടെ ഒരു തരത്തിലുമുള്ള വിരൽ അടയാളങ്ങളും ലഭ്യമല്ല. എന്ന് പറഞ്ഞാൽ ആ വാതിലുകൾ ബലമായി ആരും തകർത്തിട്ടില്ല എന്നാണ്. ജനാലകളൊക്കെ ഒന്ന് പരിശോധിച്ചു. ജനാലകളിലും ഒരു തരത്തിലുള്ള ബ്രേക്കിങ്ങുമില്ല. ജനാലകളുടെ കമ്പിയഴികൾ മുറിക്കാതെ, വാതിലുകൾ പൊളിക്കാതെ കള്ളന്മാർ അകത്ത് കയറണമെങ്കിൽ അതിന് ഒരൊറ്റ സാധ്യതയുള്ളൂ. അവന്മാർ പൂട്ട് തുറന്ന് അകത്ത് കയറണം. പൂട്ട് മാത്രം കൊണ്ട് വാതിൽ പൂട്ടുകയാണെങ്കിൽ പുറത്തുനിന്ന് കള്ളത്താക്കൽ ഉപയോഗിച്ച് തുറന്ന് അകത്ത് കയറാൻ എളുപ്പമാണ്. മുകളിൽ കുറ്റിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുറന്നാലും കുറ്റി അവിടെ കാണും. ആ കുറ്റി ഇളക്കണമെങ്കിൽ അകത്തുനിന്ന് ഒരാളുടെ സപ്പോർട്ട് വേണം. അതുമല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും ജനാലകൾ തുറക്കുകയോ വെന്റിലേഷൻ വഴി കമ്പിയോ മറ്റോ ഉപയോഗിച്ച് ആ കുറ്റി എടുക്കുകയും വേണം. പല വീട്ടിലും മുകളിലത്തെ കുറ്റിക്കൊപ്പം പൂട്ടിന് താഴെ വേറൊരു കുറ്റിയൂടെയൊക്കെ കാണും. അതെല്ലാം കൃത്യമായി എടുക്കാൻ കഴിയുന്ന ഒരു കള്ളന് മാത്രമേ താക്കോലുണ്ടെങ്കിൽ പോലും അകത്തേക്ക് കയറാൻ പറ്റും. ഫോറൻസിക് വിഭാഗം അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചു തുടങ്ങി. മുൻവശത്തെ വാതിലിൽ അങ്ങനെ ഒരു കാരണവശാലും ഒരാൾക്കും കടക്കാൻ കഴിയുന്ന ഒരു മാർഗവുമില്ല. പിന്നെയുള്ളത് അടുക്കള വാതിലാണ്. ആ അടുക്കള വാതിലിന് സമീപത്ത് ജനാലയുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് പോകുന്നതിനുള്ള ഒരു വെന്റിലേഷൻ സംവിധാനമുണ്ട്. അതുവഴി കമ്പി എങ്ങനെ ഇട്ട് വാതിലിലെ കുറ്റി എടുത്ത് കാണുമോ? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഫോറൻസിക്കാരുടെ മനസ്സിൽ ആദ്യമേ വരേണ്ടതാണ്. അത് നടക്കണമെങ്കിൽ കമ്പി ആ ദൂരം വഴി മുന്നിലേക്ക് ഇടണം. അങ്ങനെ ഇട്ടാൽ വെന്റിലേഷനിൽ കമ്പി ഒരഞ്ഞ പാടുണ്ടാവും. ഫോറൻസിക് വിഭാഗം ആ ഭാഗം നന്നായിട്ടൊന്ന് അരിച്ചു പറക്കി. അവിടെ അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെ ഒരു അറ്റംപ്റ്റും ആ വാതിൽ തുറക്കാൻ വേണ്ടി നടത്തിയിട്ടില്ല. മറ്റ് ഏതോ മാർഗങ്ങളിലൂടെ ആ മോഷ്ടാക്കൾ കൊലയാളികൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനിടയിൽ കാരണവരുടെ സാമഗ്രികളൊക്കെ പരിശോധിച്ച ഷെറിൻ പോലീസിന് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. കാരണവരുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല കാണാനില്ല. ആ മാലയാണെങ്കിൽ രുദ്രാക്ഷം പതിച്ചതാണ്. കാരണവരുടെ മുറിയിൽ നിന്ന് കാണാതെ പോയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലാപ്ടോപ്പും മൊബൈലും ക്യാഷായി എടുത്തു വച്ചിരുന്ന 8000 രൂപയുമുണ്ട്. തലേദിവസം ആ പണം കാരണവർ എടുത്തു വെച്ചത് ഷെറിൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെറിൻ ആ കാര്യം പോലീസിനോട് സൂചിപ്പിച്ചത്. നല്ലൊരു മോഷണം അവിടെ നടന്നിരിക്കുകയാണ്. മോഷ്ടാക്കൾ ആ കിട്ടിയ സാധനങ്ങളുമായി അവിടെ നിന്ന് അതിവേഗം രക്ഷപ്പെട്ടിരിക്കും. അടുത്ത മുറികളിൽ ഷെറിനും ഭർത്താവും കുട്ടിയൊക്കെ ഉണ്ട്. മറ്റൊരു മുറിയിൽ ജോലിക്കാരിയുണ്ട്. ഇവരുടെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും മോഷ്ടാക്കൾ അകത്ത് കയറിയെങ്കിൽ മാത്രമേ മോഷണം നടത്താൻ പറ്റൂ. എങ്ങനെയായിരിക്കാം മോഷ്ടാക്കൾ അകത്ത് കയറിയത്? അടുക്കള വാതിലുമല്ല, മുൻവാതിലുമല്ല. ടെറസിന്റെ വാതിൽ പരിശോധിച്ചപ്പോൾ അതുമല്ല എന്ന് ബോധ്യമായി. ഈ 3 ഭാഗത്തുകൂടിയും അല്ലാതെ ആ വീടിനകത്തേക്ക് കടക്കാൻ പറ്റില്ല. കടന്ന വ്യക്തിയുടെ വിരലടയാളം അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ അർത്ഥവും വ്യക്തമാണ്. കടന്നയാള് ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കും. ഗ്ലൗസ് ഉപയോഗിച്ച് ഒരാൾ അകത്ത് കടന്നിട്ട് വാതിൽ തുറന്ന് കൂട്ടുകാരെ അകത്ത് കയറ്റിയിരിക്കും. ഒന്നിലധികം ആളുകൾ ഇടപെട്ടിരിക്കാനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതിന്റെ കാരണം ഭാസ്കരക്കാരനവരുടെ സൈസാണ്. ഭാസ്കരക്കാരനവർക്ക് നല്ല സൈസ് ഉണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഭാസ്കരക്കാരനവരെ അങ്ങനെ കീഴ്പ്പെടുത്തി
കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പറ്റില്ല. എന്തായാലും ആ ദിവസത്തെ അന്വേഷണം അവിടെ അവസാനിക്കാറായപ്പോഴേക്കും ഇൻക്വസ്റ്റ് നടപടികളും കംപ്ലീറ്റ് ആയി. ഇൻക്വസ്റ്റ് നടപടികൾ കംപ്ലീറ്റ് ആയതും ഭാസ്കര കാർണവരുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചപ്പോൾ ഫോറൻസിക് വിഭാഗം അതുവരെയുള്ള അവരുടെ പരിശോധനാ ഫലം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. കാരണവരെ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്നത് തോർത്താണ്. ആ തോർത്തിൽ ക്ലോറോഫോമിന്റെ സാന്നിധ്യമുണ്ട്. ക്ലോറോഫോം മണപ്പിച്ച് കാരണവരെ മയക്കി അതേ തോർത്തുപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ തോർത്തിൽ വിരലടയാളങ്ങളായി ഒന്നുമില്ല. അതുമാത്രമല്ല, വിരലടയാളങ്ങൾ കിട്ടാൻ ലേശം പാടുമുണ്ട്. അതിന്റെ അർത്ഥം വന്ന ആള് അല്ലെങ്കിൽ ആളുകൾ ഗ്ലൗസ് ഉപയോഗിച്ച് കാണുന്നതാണ്. സാധാരണഗതിയിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്ന ആളുകൾ ആ കൃത്യം നിറവേറ്റി കഴിഞ്ഞാൽ ഗ്ലൗസ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉപേക്ഷിക്കും. ചിലപ്പോഴൊക്കെ സമീപത്തുള്ള കിണറ്റിനകത്തേക്ക് വലിച്ചെറിയുന്ന ഒരു പതിവുണ്ട്. ആ കാര്യം ഫോറൻസിക്കാർ പോലീസിനോട് പറഞ്ഞതും കാരണവരുടെ വീട്ടിലെ കിണർ പരിശോധിക്കാനുള്ള ഏർപ്പാടാക്കി. ആ കിണറ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അതിനകത്തുനിന്നൊന്നും കിട്ടിയില്ല. കിണർ പരിശോധിക്കുന്നതിനിടയിൽ തന്നെ കാരണവരുടെ കോമ്പൗണ്ട് മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെയൊക്കെ പരിശോധിച്ചെങ്കിലും ഗ്ലൗസ് മാത്രം കിട്ടിയില്ല. ആദ്യത്തെ ദിവസം അവസാനിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പോലീസിന്റെ മനസ്സിലുള്ളത്. ഭാസ്കര കാരണവരുടെ വീട്ടിൽ മോഷണത്തിന് വന്ന ആളുകൾ കൂടുതൽ സ്വർണവും പണവുമാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ വീട്ടിലെ എല്ലാ മുറികളും പരിശോധിക്കേണ്ടതാണ്. അത് അവർ ചെയ്തിട്ടില്ല. കാരണവരെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണവരെ അപകടപ്പെടുത്തി മോഷണം നടത്തുന്ന പോലെ എളുപ്പമല്ല മറ്റുള്ളവരെയും അപകടപ്പെടുത്തുന്നെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ ഇനി മറ്റു മുറികളിൽ കയറാത്തത്? ആളുകൾ ആരുമില്ലാത്ത മുറിയും അവിടെ ഉണ്ട്. അവിടെയും മോഷ്ടാക്കൾ കടന്ന ലക്ഷണമില്ല. മോഷ്ടാക്കൾക്ക് ആ മുറികളിൽ ആളില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണോ അതോ ആ മുറികളിൽ ഒന്നുമില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണോ അവിടെ കയറാത്തത്? സ്വാഭാവികമായും പോലീസ് ആ ചോദ്യം ഒന്ന് നോട്ട് ചെയ്തു. രണ്ടാമത്തെ കാര്യം നേരത്തെ ഫോറൻസിക്കാർ പറഞ്ഞ കാര്യമാണ്. വിരലടയാളം ഉണ്ടാകാതിരിക്കാനായി ബോധപൂർവം ഒരു പരിശ്രമം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ പ്രൊഫഷണൽ മോഷ്ടാക്കളാണ്. അങ്ങനെ ആരെങ്കിലും ആണോ ഇനി ഈ മോഷണത്തിന് പിന്നിലുള്ളത്? മൂന്നാമത്തെ കാര്യം വളരെ വളരെ നിർണായകമായ കാര്യമാണ്. പോലീസ് അന്ന് പകൽ മുഴുവൻ ആ വീട് അരിച്ചു പറക്കിയിട്ടും പോലീസിന് മനസ്സിലാകാതെ പോയ ഒരു കാര്യമാണത്. ആ വീടിനുള്ളിലേക്ക് എങ്ങനെ കള്ളൻ അല്ലെങ്കിൽ കള്ളന്മാർ കടന്നു? പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണത്. രാവിലെ ജോലിക്കാരോട് ചോദിച്ചപ്പോൾ ജോലിക്കാരി അടുക്കള വാതിൽ പൂട്ടിക്കിടക്കുന്ന കാര്യം പോലീസിനോട് പറഞ്ഞതാണ്. അടുക്കള വാതിൽ അടഞ്ഞു കിടക്കുന്നു, ഫ്രണ്ട് ഡോറ് അടഞ്ഞു കിടക്കുന്നു. അടഞ്ഞു കിടന്ന ഫ്രണ്ട് ഡോറ് ജോലിക്കാരിയും ഷെറിനും കൂടിയാണ് തുറന്നത്. അതിനുശേഷമാണ് പുറത്തുള്ള ആ കാവൽക്കാരനെ അവരകത്തേക്ക് വിളിക്കുന്നത്. ആ സമയത്ത് അടുക്കള വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ടെറസിന്റെ വാതിൽ തുറന്നിട്ടേയില്ല. ഇത് മൂന്നും തുറക്കാതെ അകത്തേക്ക് മന്ത്രവാദികളെ പോലെ എങ്ങനെ കള്ളന്മാർ കടന്നു എന്നുള്ള കാര്യം ഒന്നാമത്തെ ദിവസത്തെ അന്വേഷണം അവസാനിക്കുമ്പോൾ പോലീസുകാർ അവരുടെ ആ ദിവസത്തെ വിലയിരുത്തൽ പ്രക്രിയയിൽ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണ് പിറ്റേ ദിവസത്തെ അവരുടെ അന്വേഷണ ഉദ്ദേശമെന്ന് അവർ ആ രാത്രിയിൽ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ 9:30 മണിയായപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ആ സമയത്ത് ഈ കാരണവരുടെ വസതിക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിഞ്ഞു. ആളുകളോട് 2 കാര്യങ്ങളാണ് പോലീസ് തിരക്കുന്നത്. ഒന്ന്, ആ കാരണവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യം. 2, അവരാരെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടോ എന്നുള്ള ചോദ്യമാണ് പോലീസ് ഉന്നയിച്ചത്. ശബ്ദങ്ങൾ കേട്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആദ്യമേ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. തലേദിവസം രാത്രിയിൽ അവിടെ ഒരു മോഷണം നടന്നിട്ടും ആ വീട്ടിലെ 2 പട്ടികളും കുരച്ചതേയില്ല. പട്ടി കുരയ്ക്കുന്ന ശബ്ദം ആരും കേട്ടിട്ടില്ല. സമീപത്തുള്ള എല്ലാ വീട്ടുകാരും അക്കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. അപരിചിതരാരെങ്കിലും ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പട്ടികൾ കുരയ്ക്കേണ്ടതാണ്. അങ്ങനെ പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം ആരും കേട്ടിട്ടില്ല എന്ന് ആളുകൾ ഉറപ്പിച്ചു പറഞ്ഞതും പോലീസ് ആ കാര്യം ഒന്ന് നോട്ട് ചെയ്തു. അതൊരു വിഷയമാണ്. രണ്ടാമതായി വീട്ടുകാരെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായമാണ് പോലീസിന് കിട്ടിയത്. ഭാസ്കര കാരണവരും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ കുറെ നാള് വിദേശത്തായിരുന്നു, അമേരിക്കയിൽ. രണ്ടാമത്തെ മകൻ ലേശം മെന്റലി റിട്ടാർഡഡ് ആണ്. അവന്റെ ആ പിന്നോക്കാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഷെറിനെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിച്ചത്. അവള് പത്തനാപുരത്തുകാരിയാണ്, നമ്മുടെ കെ ഗണേഷ് കുമാറിന്റെ സ്ഥലം. ഷെറിൻ ഈ ഭാസ്കര കാരണവരുടെ രണ്ടാമത്തെ മകനെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് ചില ഉറപ്പുകളൊക്കെ ഭാസ്കര കാരണവർ കൊടുത്തിരുന്നു. ആകെ സ്വത്തിന്റെ പകുതി അവൾക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, മൂത്ത മകനും ഭാര്യയും ഉള്ള അതേ US-ലേക്ക് അവളെയും അവളുടെ ഭർത്താവിനെ കൂടി കൊണ്ടുപോകാമെന്നതാണ് കണ്ടീഷൻ. അതെല്ലാം കൃത്യമായും 1 വർഷത്തിനുള്ളിൽ തന്നെ ഭാസ്കര കാരണവർ പാലിക്കുകയും ചെയ്തു. ഭാസ്കര കാരണവരും ഭാര്യയും 2 മക്കളും
അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളുമായി US-ൽ അങ്ങനെ സുഖമായി താമസിച്ചു വരുമ്പോഴാണ് കാരണവരുടെ ഭാര്യയ്ക്ക് അസുഖം വരുന്നതും അവർ മരിക്കുന്നതും. അങ്ങനെയാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നത്. നാട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം മൂത്ത മകനും ഭാര്യയും US-ലേക്ക് മടങ്ങിപ്പോയെങ്കിലും കാരണവർ ഒറ്റയ്ക്കായതുകൊണ്ട് ഷെറിനും ഭർത്താവും അവളുടെ കുട്ടിയും ആ വീട്ടിൽ കാരണവർക്ക് കൂട്ടായി അങ്ങനെ നിന്നു. ആ കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഷെറിനാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഷെറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു ആള് പോലീസിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. സാർ, ഈ ഷെറിൻ US-ലേക്ക് മടങ്ങിപ്പോവാത്തതിന് ഒരു കാരണമുണ്ട്. എന്ത് കാരണം? സാർ, അവിടെ അവള് ഒരു മോഷണ കേസിൽ പ്രതിയായെന്നൊക്കെ ഒരു വാർത്ത ഇവിടെ കേൾക്കുന്നുണ്ട്. US-ൽ ഒരുപാട് മലയാളികൾ ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ അവരാരോടെങ്കിലുമൊക്കെ പറഞ്ഞ് പതുക്കെ നാട്ടുകാരൊക്കെ അറിയും. അങ്ങനെ ഇവിടെ ചെങ്ങന്നൂരിലും ഈ ചെറിയ നാടുമൊക്കെ ഷെറിനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞു. ആ കേസിൽ നിന്ന് അവൾ ഊരിപ്പോന്നെങ്കിലും അവളെ മോഷണ കേസിൽ പോലീസ് പിടിച്ചു എന്നുള്ള ഒരു വാർത്ത ആ ചെറിയ നാട് പോലുള്ള ചെറിയ സ്ഥലത്ത് ചെറുതല്ലാത്ത ഒരു ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓർമ്മയുള്ളത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആ കാര്യം പോലീസിനോട് പറഞ്ഞത്. അയാളത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി പോലീസിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സാർ, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സാർ, ഞാൻ രാത്രിയിൽ വീടിന്റെ ഗേറ്റ് അടയ്ക്കാനായിട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഈ കാരണവരുടെ വീടിന്റെ മതിലിന് സമീപത്ത് നിൽക്കുന്നതായി എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഗേറ്റ് അടയ്ക്കാതെ അവനോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നേ? അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവന്റെ ബൈക്ക് കേടായി പോയതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു എന്നാണ് അവനോട് പറഞ്ഞത്. എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ഈ മരണവിവരം അറിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇത് പറയാൻ വിചാരിച്ചു. സി ജ്യോതികുമാറിനോട് ആ വിവരം പറഞ്ഞത് കാരണം ഇവിടെ വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന കക്ഷിയാണ്. അത് ശരിക്കും ജ്യോതികുമാറിനും ടീമിനും വളരെ വളരെ നിർണായകമായ ഒരു വിവരമായി മാറുകയാണ്. ഭാസ്കര കാരണവരുടെ വീട്ടിൽ കടന്നിരിക്കുന്ന മോഷ്ടാവോ അല്ലെങ്കിൽ മോഷ്ടാക്കൾ ഒരാളോ രാത്രി ഏകദേശം 10-10:30 മണിയായപ്പോൾ ഭാസ്കര കാരണവരുടെ വീടിന്റെ മതിലിന് പുറത്ത് ഉണ്ടായിരുന്നു. ഇനി ആ ആള് ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. ആ ആള് ആരെന്ന് കണ്ടെത്താനായി ആദ്യം പോലീസിന്റെ മനസ്സിലേക്ക് വന്നത് CCTV വിഷ്വലുകളാണ്. ചില കടകളിലൊക്കെ ആ കാലഘട്ടത്തിൽ CCTV വന്നിട്ടുണ്ട്. മോഷണം ഒരു മഹത്തായ കലയാണല്ലോ. ആ കല നടത്തുന്ന ആളുകളെ പിടികൂടാൻ കടക്കാർ പലപ്പോഴും CCTV വെക്കും. അങ്ങനെ പോലീസിന് അന്വേഷിച്ചപ്പോൾ ഒരു കടയിൽ CCTV കിട്ടി. പക്ഷെ ആ CCTVയിൽ പതിഞ്ഞിരിക്കുന്ന വിഷ്വലുകളിലൊന്നും ആ അയൽക്കാരൻ പറഞ്ഞ ശൈലിയിലുള്ള വ്യക്തിയോ ബൈക്കിനെയോ കണ്ടില്ല. എന്തായാലും പോലീസ് ആ അന്വേഷണം ഒരു ഭാഗത്ത് തുടരുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് ഭാസ്കര കാരണവരെ കൊന്ന സമയത്ത് കാരണവരുടെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂക്കിന്റെ പാലത്തിലും കൈപ്പത്തിലും മുറിവുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി നിർണായകമായ ഒരു ഇൻഫർമേഷൻ ആ റിപ്പോർട്ടിനകത്തുള്ളത് ഭാസ്കര കാരണവരുടെ ചെറുകുടലിലുള്ള ക്ഷതങ്ങളാണ്. വയറിൽ അതിശക്തമായി എന്തുകൊണ്ട് പ്രസ് ചെയ്യുകയോ ഇടിക്കുകയോ ചെയ്തിരിക്കുകയാണ്. ശ്വാസനാളത്തിനകത്തും അന്നനാളത്തിനകത്തും രക്തം കട്ടിപിടിച്ച് നിൽപ്പുണ്ട്. തോർത്തുകൊണ്ട് കഴുത്ത് വരിഞ്ഞു മുറുക്കിയപ്പോൾ കാപ്പിലറികൾ പൊട്ടി രക്തം അവിടെ കട്ടപിടിച്ചതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മരണം നടന്നിരിക്കുന്നത് ഏകദേശം പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനും 18 മണിക്കൂറുകൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രി 10 മണിക്ക് മുമ്പായി മരണം നടന്നു എന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേക്കും സന്ധ്യയായി. അന്നത്തെ ദിവസത്തെ അന്വേഷണം അവിടെ അവസാനിച്ചു. പിറ്റന്നാണ് ഭാസ്കര കാരണവരുടെ ശവമടക്കം. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ചയായി. ഉച്ചയോടുകൂടി ജ്യോതികുമാർ സംഘവും ഭാസ്കര കാരണവരുടെ വീട്ടിലുള്ള ആളുകളോട് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചറിയാമെന്ന് തീരുമാനിച്ചു. പോലീസ് ആദ്യം വിവരങ്ങൾ ശേഖരിച്ചത് ആ ഉദയൻ എന്ന ഡ്രൈവറിൽ നിന്നാണ്. അയാൾക്ക് ആ മരണ ദിവസം രാവിലെ അയാൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അയാളെ ചോദ്യം ചെയ്തതിന് ശേഷം ജ്യോതികുമാർ അടുത്തതായി ചോദ്യം ചെയ്തത് ജോലിക്കാരി കമലമ്മയാണ്. കമലമ്മയ്ക്കും അന്ന് പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മൂന്നാമതായി ജ്യോതികുമാർ വിളിപ്പിച്ചത് ആ വീട്ടിലെ മരുമകൾ ഷെറിനെയാണ്. ഷെറിനോട് ജ്യോതികുമാർ ചോദിച്ചു, രാത്രി ഈ വീട്ടിൽ ആള് കയറിയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? സർ, ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ നന്നായിട്ട് ഉറങ്ങിക്കാണും. നിങ്ങൾ എപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്? രാവിലെ കമലമ്മ എന്നെ വിളിച്ചുണർത്തി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഷെറിൻ ഈ വീടിനകത്തേക്ക് എങ്ങനെ കള്ളന്മാർ കടന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ജ്യോതികുമാറിന്റെ ചോദ്യം കേട്ടപ്പോൾ ഷെറിൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം അവൾ ജ്യോതികുമാറിനോട് പറഞ്ഞു, സർ, ഞാനും കമലമ്മയും കൂടി ചെന്നാണ് മുൻവശത്തെ വാതിൽ തുറന്നത്. അടുക്കള വാതിൽ അടഞ്ഞു കിടക്കുകയാണെന്ന് കമലമ്മ എന്നോട് പറഞ്ഞു. ടെറസിലെ വാതിലും പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വീടിനകത്തേക്ക് ആളുകൾക്ക് കടക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ.
അതുവരെ പോലീസ് തിരക്കാത്ത ഒരു മാർഗം ഉണ്ടെന്ന് ഷെറിൻ ഇതാ ജ്യോതികുമാറിനോട് പറയുകയാണ്. ജ്യോതികുമാർ അമ്പരപ്പോടെ ഷെറിനോട് ചോദിച്ചു, അതേതാ സ്ഥലം? സാർ, അത് മുകളിലത്തെ നിലയിൽ ഒരു ജനാലയുണ്ട്. ആ ജനാലയ്ക്ക് ഗ്രില്ലില്ല. അത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. അതിലൂടെ വേണമെങ്കിൽ ഒരാൾക്ക് അകത്തേക്ക് കടക്കാം. ജ്യോതികുമാർ ആ നിമിഷം തന്നെ ഫോറൻസിക്കാരെ വിവരം അറിയിച്ചു. അവരും സംഭവ സ്ഥലത്തെത്തി. ജ്യോതികുമാറും ഫോറൻസിക് ടീമും ഷെറിൻ പറഞ്ഞ ആ സ്ലൈഡിംഗ് ഡോറുള്ള ഭാഗത്തെത്തി. ഷെറിൻ പറഞ്ഞത് ശരിയാണ്. അവിടെ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ട്. പക്ഷെ ആ ജനാല വിശദമായി പരിശോധിച്ച ഫോറൻസിക്കാർ ജ്യോതികുമാറിനോട് പറഞ്ഞു, സാർ, ജനാല സ്ലൈഡിംഗ് ആണ്, ഇതുവഴി കടക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ ജനാലയിൽ ആളുകൾ എങ്ങനെ എത്തും? അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. ആ ജനാല ആ വീടിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ ജനാലിലേക്ക് ആർക്കെങ്കിലും എത്തണമെങ്കിൽ അവിടെ ഒരു ഏണി കൂടിയേ തീരും. അതും നല്ല നീളമുള്ള ഏണി. ആ ഏണി അവിടെ ചാരി വെച്ച് അതുവഴി അകത്ത് കയറണം. ഏണി ഉപയോഗിച്ചാണ് ആളുകൾ അകത്തേക്ക് കയറിയതെന്ന് പെട്ടെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ഉടൻ തന്നെ ആ വീടിന് ചുറ്റും ഒന്ന് നോക്കുമ്പോൾ ടെറസിൽ നിന്ന് തന്നെ അവർ ആ കാഴ്ച കണ്ടു. അവിടെ കുറച്ച് മാറി മരത്തിന് ചുവട്ടിൽ ഒരു കൂറ്റൻ ഏണി ഇരിപ്പുണ്ട്. ശരിക്കും യുറേക്ക എന്നൊക്കെ പോലീസ് വിളിച്ചു പോകുന്നത് ആ നിമിഷത്തിലാണ്. എങ്ങനെ കള്ളന്മാർ അകത്ത് കയറി എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരിതാ കൃത്യമായിട്ടും ആ ഉത്തരത്തിലേക്ക് എത്തുന്നത്. പോലീസും ഫോറൻസിക് ടീമും ആ മരത്തിന്റെ അടുത്തെത്തിയ ഫോറൻസിക് ടീം ആ ഏണിയിലേക്ക് ഒന്ന് നോക്കിയതും ജ്യോതികുമാറിനോട് പറഞ്ഞു, സാർ, ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ഏണി ഒന്ന് പരിശോധിച്ചു തുടങ്ങിയാണ്. കയ്യിലുള്ള ആ ലെൻസൊക്കെ ഉപയോഗിച്ച് വിശദമായിട്ട് തന്നെ അവര് ആ ഏണിയുടെ ചുറ്റുപാടും ഒക്കെ പരിശോധിച്ചു. അത് കഴിഞ്ഞതും അവര് ജ്യോതികുമാറിനോട് പറഞ്ഞു, സാർ, ഈ ഏണി ഇവിടുന്ന് എടുത്തിട്ട് ഒരുപാട് നാളുകളായി, മിനിമം ഒരു മാസമെങ്കിലും ആയി കാണും ഈ ഏണി ഇവിടുന്ന് അനങ്ങിയിട്ട്. ആ ഏണിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ്, പൊടി, ആ ഏണിക്ക് ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതെല്ലാം പരിശോധിച്ച ഫോറൻസിക്കാർക്ക് ആ കാര്യം വ്യക്തമാണ്. ആ ഏണി അവിടെ നിന്ന് എടുത്തിട്ടേയില്ല. ആ ഏണി അല്ലാതെ മറ്റൊരു ഏണി അവിടെ കൊണ്ടുവച്ച് ആ ജനാലയുടെ അടുത്തെത്തി ഗ്ലാസ് നീക്കി ജനാല വഴി അകത്ത് കിടന്ന് ഈ കൃത്യം ചെയ്തതിന് ശേഷം അതേ ജനാല വഴി പുറത്തിറങ്ങി അങ്ങനെ റോഡിൽ ഏണിയുമായി ആരെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ആളുകൾ പോലീസിനോട് പറയേണ്ടതാണ്. എന്തായാലും സംശയം തോന്നുന്ന പോലീസ് സമീപത്തുള്ള ആളുകളോടൊക്കെ രാത്രിയിൽ ഏണിയുമായി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടുകൊണ്ട് തിരക്കി. രാത്രിയിൽ ഏണിയുമായിട്ട് ആരെങ്കിലും നടക്കുകയാണെങ്കിൽ എന്തായാലും അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഷെറിൻ പറഞ്ഞ ആ സാധ്യതയെ അങ്ങ് വെട്ടി. ആ ജനാല വഴി ഒരാളും അകത്തേക്ക് കടന്നിട്ടില്ല. ആ ജനാല വഴി ഒരാളും അകത്തേക്ക് കടന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പായതും ജ്യോതികുമാറിന്റെയും ടീമിന്റെയും മനസ്സിലേക്ക് ഒരു ചോദ്യം കടന്നു വരികയാണ്. ഷെറിൻ എന്തിന് ആ ജനാലയെക്കുറിച്ച് പോലീസിനോട് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കണം? അതുവരെ ഷെറിനെ കുറിച്ച് ഒരു തരത്തിലുള്ള സംശയവും പോലീസിന് തോന്നിയിരുന്നില്ല. ഷെറിൻ വളരെ കാഷ്വലായി പോലീസിനോട് പറഞ്ഞതാണെങ്കിലും ഇനി മനഃപൂർവ്വം പറഞ്ഞതാണോ? പോലീസ് എന്തായാലും ഷെറിന് ചുറ്റും ഒരു വട്ടം വരച്ചു. ഷെറിന്റെ പേരിന് ചുറ്റും ഒരു വൃത്തം വരച്ച ജ്യോതികുമാർ IT സെല്ലുകാരോട് ഷെറിന്റെ ടെലിഫോൺ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കൂടെ കമലമ്മയുടെയും അതുപോലെ ഡ്രൈവർ ഉദയന്റെയും. ആ രാത്രിയിൽ ആ 3 പേരും അറിയാതെ ആ വീട്ടിലേക്ക് ആരെങ്കിലും വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. ആ കാര്യം കഴിഞ്ഞ 2 ദിവസത്തെ അന്വേഷണത്തിനിടയിൽ ജ്യോതികുമാർ ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. IT സെല്ല് അതിവേഗം റിപ്പോർട്ടുകൾ ജ്യോതികുമാറിന് ഹാൻഡ് ഓവർ ചെയ്തു. ഷെറിന്റെ റിപ്പോർട്ട് കിട്ടിയതും അതിലേക്ക് തന്നെ ജ്യോതികുമാറിന്റെ ശ്രദ്ധ വന്നു വീഴുകയാണ്. ഷെറിൻ പോലീസിനോട് പറഞ്ഞത് തലേദിവസം രാത്രി അവൾ സുഖമായി ഉറങ്ങിയെന്നാണ്, ശബ്ദമൊന്നും കേട്ടില്ലെന്നാണ്. ഷെറിന്റെ കോൾ ഡേറ്റ റെക്കോർഡിലൂടെ കടന്നുപോയ സർക്കിൾ ഇൻസ്പെക്ടർ ജ്യോതികുമാർ നവംബർ 7-ാം തീയതി രാത്രി ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ട ദിവസത്തെ ജ്യോതിയുടെ ആ കോൾ ഡേറ്റ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആ സമയത്തിന് മുന്നേയും ആ സമയത്തിന് ശേഷവും രാത്രി 2:30-ക്കൊക്കെ ഷെറിൻ ഫോണിലൂടെ ആരോടോ സംസാരിച്ചിട്ടുണ്ട്. നല്ല ഉറക്കത്തിലായിരുന്നു അവളെന്നാണ് അവൾ പോലീസിനോട് പറഞ്ഞത്. 8:30-ക്കും 9:30-ക്കും 10:30-ക്കും 2:30-ക്കൊക്കെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഷെറിൻ
എന്തുകൊണ്ട് ആ വീട്ടിൽ ഒരു മൽപ്പിടുത്തവും ഒരു കൊലപാതകവും നടന്നിട്ട് അറിഞ്ഞില്ല എന്ന ചോദ്യം വെറുമൊരു ചോദ്യമല്ല. ആ ചോദ്യം അങ്ങനെ തന്നെ ഫ്രെയിം ചെയ്ത ജ്യോതികുമാർ 2-3 വട്ടം കൂടി ഷെറിന്റെ ചുറ്റും വരയ്ക്കുകയാണ്. ഷെറിന് ചുറ്റുമുള്ള വട്ടങ്ങളുടെ എണ്ണം കൂടിയതും ജ്യോതികുമാർ ഭാസ്കര കാരണവരുമായി ബന്ധമുള്ള ആളുകളുടെ ലിസ്റ്റ് ഒന്നുകൂടി കളക്ട് ചെയ്തു. ഭാസ്കര കാരണവരുമായി ഏറെ അടുപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവനാണ്. ആ വാസുദേവനാണ് ശരിക്കും ജ്യോതികുമാറിനെ വിളിച്ച് ഭാസ്കര കാരണവരുടെ മരണം സൂചിപ്പിച്ചത്. ജ്യോതിക്കും വാസുദേവനെ പരിചയമുണ്ട്. ജ്യോതികുമാർ ഉടൻ തന്നെ വാസുദേവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനിലെത്തിയ വാസുദേവനോടായി ജ്യോതികുമാർ ഷെറിനെ കുറിച്ചുള്ള അയാളുടെ അഭിപ്രായം ചോദിച്ചതും വാസുദേവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ജ്യോതി, ഷെറിൻ നമ്മളാരും വിചാരിക്കുന്ന ശൈലിയിലുള്ള ഒരു ലേഡി അല്ല. എൻ്റെ സുഹൃത്താണ് ഭാസ്കര കാരണവർ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഇളയ മകനെ ഈ ഷെറിന് വിവാഹം ചെയ്ത് കൊടുത്തത്. അവൾ ആദ്യമൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു. US നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷം പക്ഷെ അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അവള് ആരോടൊക്കെയോ ഫോണിൽ പലപ്പോഴും സംസാരിക്കുമായിരുന്നു, മണിക്കൂറുകളോളം. അവളുടെ ഭർത്താവ് ജ്യോതിക്കറിയാമല്ലോ, ഒരു മെൻ്റലി റിട്ടാർഡഡ് പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ അവനെ തീരെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുമായി അവൾ ഫോണിൽ സംസാരിക്കുന്നത് കാരണവർ മനസ്സോടെ ഏതാണ്ട് അംഗീകരിച്ചിരുന്നു. അവളുടെ ഒരു സന്തോഷമല്ലേ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവളെ തിരക്കി ചെറുപ്പക്കാരൊക്കെ ആ വീട്ടിലേക്ക് വന്നു തുടങ്ങി. അവൾക്ക് ആ ചെറുപ്പക്കാരുമായി അടുപ്പമുണ്ടായത് ഓർക്കുട്ട് വഴിയാണ്. വാസ്തവം പറയുന്ന ആ ഓർക്കുട്ട് ആ കാലഘട്ടത്തിൽ വളരെ സജീവമായ ഒരു സോഷ്യൽ മാധ്യമമായി നിലനിന്ന സമയമാണ്. ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഓടി നടന്ന് ഓർക്കുട്ടിൽ അംഗമാകുന്ന സമയമാണ്. ആ സമയത്ത് ഓർക്കുട്ടിൽ സജീവമായിരുന്ന ഷെറിൻ അവൾക്കൊപ്പം സജീവമായ ചെറുപ്പക്കാരെ അവളുടെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ആദ്യമൊന്നും ആ ചെറുപ്പക്കാര് അവിടെ വരുന്നതിനെ ഭാസ്കര കാരണവർ എതിർത്തിരുന്നില്ല. പക്ഷെ ക്രമേണ അവിടെ വരുന്ന ചെറുപ്പക്കാരും ഷെറിനും തമ്മിലുള്ള അടുപ്പം അതിരുകൾ വിടുന്നു എന്ന് മനസ്സിലായതും ഭാസ്കര കാരണവർ ഷെറിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതൊന്നും ശരിയല്ല എന്ന് അവളോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അവള് കാരണവർ പറയുന്നതൊന്നും കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറായിരുന്നില്ല. ശരിക്കും കാരണവർ ഈ ഷെറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അതിൽ ഒരു ഭാഗം അവൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒരു വിൽപ്പത്രം കാരണവർ നേരത്തെ എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുപോലെ അവൾ ചോദിക്കുമ്പോഴൊക്കെ അവൾക്ക് പണവും കൊടുക്കുമായിരുന്നു. അവൾ ചോദിക്കുന്ന എന്ത് കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന കാരണവർ ഈ ചെറുപ്പക്കാർ സ്ഥിരമായി വീട്ടിലേക്ക് വരുന്ന കണ്ടപ്പോൾ അവൾക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ അളവങ്ങ് കുറച്ചു. അതുപോലെ വിൽപ്പത്രം എന്തോ മാറ്റി എഴുതാൻ പോവുകയാണെന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വാസ്തവം പറഞ്ഞതും ജ്യോതികുമാർ വാസ്തവോട് ചോദിച്ചു, ആരാ ഈ വിൽപ്പത്രമൊക്കെ തയ്യാറാക്കുന്നത്? വാസ്തവൻ ഉടൻ തന്നെ ആ അഡ്വക്കേറ്റിൻ്റെ വിശദാംശങ്ങൾ ജ്യോതികുമാറിന് ഹാൻഡ് ഓവർ ചെയ്തു. ജ്യോതി വിളിച്ചതനുസരിച്ച് അഡ്വക്കേറ്റ് സ്റ്റേഷനിലെത്തി. അഡ്വക്കേറ്റ് ജ്യോതികുമാറിനോട് പറഞ്ഞു, സാർ, കാരണവർ എന്നെ കൊണ്ടാണ് വിൽപ്പത്രം തയ്യാറാക്കിപ്പിച്ചത്. പക്ഷേ ഈ അടുത്ത കാലത്തായി കാരണവർ തന്നെ ആ വിൽപ്പത്രം മാറ്റി എഴുതിപ്പിച്ചു. വിൽപ്പത്രം മാറ്റി എഴുതിയെന്നോ? അതെ സാർ, വിൽപ്പത്രം മാറ്റി എഴുതി. ആദ്യത്തെ വിൽപ്പത്രവും രണ്ടാമത്തെ വിൽപ്പത്രവും തമ്മിൽ എന്താ മാറ്റം? സാർ, ആദ്യത്തിൽ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം ഷെറിന് എഴുതിയിരുന്നു. പക്ഷെ രണ്ടാമത്തെ വിൽപ്പത്രത്തിൽ ഷെറിനില്ല. വളരെ വളരെ നിർണായകമായ ഒരു മാറ്റമാണ് ഭാസ്കര കാരണവർ രണ്ടാമത്തെ വില്ലിൽ നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ വിൽപ്പത്രത്തിലൂടെ തന്നെ ആ സ്വത്തിൻ്റെ അവകാശത്തിൽ നിന്ന് മാറ്റിയ കാര്യം ഷെറിൻ അറിഞ്ഞതിന് ഫലമായിട്ട് ഷെറിനാണോ ഈ കൊല ഇനി നടത്തിയത്? ജ്യോതികുമാറിന്റെ മനസ്സിലേക്ക് ഒരു കൊലപാതകിയുടെ രൂപത്തിൽ ഷെറിൻ കടക്കുന്നത് അപ്പോഴാണ്. വാസുദേവനും അതുപോലെ ആ വക്കീലും ജ്യോതികുമാറിന്റെ സംശയത്തോട് ഏതാണ്ട് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അവർക്ക് രണ്ടുപേർക്കും ഷെറിന്റെ ബോഡി ലാംഗ്വേജ് അത്ര ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്. രാവിലെ ഷെറിൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റായ വാസുദേവൻ ഭാസ്കര കാരണവരുടെ വീട്ടിലെത്തിയത്. സാധാരണഗതിയിൽ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സങ്കടം ഷെറിൽ കണ്ടില്ല എന്ന യാഥാർത്ഥ്യം വാസുദേവൻ ഇപ്പോഴാണ് ഓർത്തെടുക്കുന്നത്. അയാൾ അക്കാര്യം ജ്യോതിയോട് പറയുകയും ചെയ്തു. അമ്മായി അച്ഛൻ മരിക്കുമ്പോൾ മരുമകൾക്ക് സങ്കടം വരണമെങ്കിൽ വരാം, വരുന്നില്ലെങ്കിൽ വരുന്നില്ല. പക്ഷെ അതല്ല ഷെറിനും ഭാസ്കര കാരണവുമുള്ള ബന്ധം. അവളുടെ ഏത് ആവശ്യങ്ങൾക്കും ആവശ്യത്തിന് പണം കൊടുക്കുന്ന, അവൾക്ക് വേണ്ടി സ്വത്ത് എഴുതി വയ്ക്കുന്ന ആ കാരണവരുടെ മരണത്തിൽ സ്വാഭാവികമായ ഒരു സങ്കടം ഷെറിന് ഉണ്ടാകേണ്ടതാണ്.
അത് കണ്ടില്ല എന്നത് പിന്നീടാണ് വാസുദേവൻ ഓർത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ സി ജ്യോതികുമാറിനോട് അക്കാര്യം പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ സൂചിപ്പിച്ചത്. എന്തായാലും വാസുദേവനും ആ വക്കീലും പോയി കഴിഞ്ഞപ്പോൾ ജ്യോതികുമാർ സംഘവും അതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തി. അവർക്കിപ്പോൾ സംശയിക്കാൻ കഴിയുന്ന വ്യക്തമായ ഒരു കക്ഷിയുണ്ട്. ഷെറിന് ഭാസ്കര കാർണവരുടെ മരണവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഭാസ്കര കാർണവരെ അവസാനിപ്പിക്കാൻ വേണ്ട ഒരു റീസൺ ഷെറിനുണ്ട്. ആ റീസൺ ഷെറിന് ഉണ്ടാകണമെങ്കിൽ ഷെറിൻ ആ രണ്ടാമത്തെ വിൽപത്രം കണ്ടിരിക്കണം. രണ്ടാമത്തെ വിൽപത്രത്തിൽ അവളെ ഒഴിവാക്കിയിരിക്കുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവള് ഭാസ്കര കാർണവരെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണ സംഘം ആ കാര്യം ചർച്ച ചെയ്ത് ഉറപ്പിച്ചതും അവര് അവസാനത്തെ ആ ഡിസിഷൻ എടുത്തു, ഷെറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ. അങ്ങനെയാണ് നവംബർ 12 ഷെറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഷെറിനോട് ചില കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് പോലീസ് ചോദിച്ചു തുടങ്ങി. ആ ചോദ്യം ചെയ്യൽ നേരത്തെ തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യനിയറിന്റെ ബലത്തിലാണ്. വളരെയേറെ ആലോചിച്ചുണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യനിയറാണ് ജ്യോതികുമാർ സംഘവും ഷെറിനോട് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചത്. ആ ചോദ്യങ്ങൾക്ക് ഷെറിൻ പറയുന്ന മറുപടികൾ പിടിച്ച് കയറാൻ അവർക്കറിയാം. ഷെറിന് ഒരു പാളിച്ച പറ്റുമെന്ന് കൃത്യമായി കണക്കൂട്ടിയിരുന്ന ജ്യോതികുമാർ സംഘവും ഷെറിനോട് അങ്ങനെ ചോദിച്ചു വരുമ്പോൾ അവളുടെ ഓർക്കൂട്ടിലെ ബന്ധങ്ങളിലേക്ക് എത്തി. ആ ഓർക്കൂട്ടിലെ ബന്ധങ്ങളിലേക്ക് എത്തിയ പോലീസ് ഷെറിനോട് അവളുടെ ഓർക്കൂട്ടിന്റെ ID ചോദിച്ചു. അവൾക്ക് ആ സമയത്ത് ആ ID കൊടുക്കുകയല്ലാതെ ഒരു മാർഗമില്ലെന്നായി. അവളുടെ ആ IDയിൽ ആ സമയത്ത് തന്നെ അവിടെയുള്ള IT ഡിപ്പാർട്ട്മെന്റ് കടക്കുകയും ചെയ്തു. അവളുടെ IDയിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് അവൾ സ്ഥിരമായി ചാറ്റ് ചെയ്യുന്ന ആളുകളുടെ ഡേറ്റ അതിവേഗം കിട്ടി. ആ ഡേറ്റയിൽ ചില പേരുകൾ കൃത്യമായി നോട്ട് ചെയ്ത പോലീസ് ആ കാര്യം ജ്യോതികുമാറിന് ഹാൻഡ് ഓവർ ചെയ്തു. ഇതൊക്കെ ലൈവായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ജ്യോതികുമാർ ഷെറിന്റെ ചാറ്റിൽ കണ്ട ആ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യുകയും അത് സൈബർ സെല്ലിൽ കൊടുക്കുകയും ചെയ്തു. ഷെറിന്റെ കോൾ ഹിസ്റ്ററിയിൽ ഈ പേരുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും അതിൻ്റെ റിപ്ലൈ വന്നു. ഷെറിൻ ആ ചാറ്റിൽ കാണുന്ന ആളുകളുമായി ടെലിഫോണിൽ സംസാരിക്കാറുണ്ട് എന്ന് മാത്രവുമല്ല, ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ട ആ രാത്രിയിൽ പലതവണ അതിൽ ഒരു നമ്പറുകാരനുമായി അനവധി തവണ കോൺടാക്ട് ചെയ്തിട്ടുമുണ്ട്. ആ പേര് ഉൾക്കൊള്ളുന്ന കോൾ ഡേറ്റ റെക്കോർഡ് ഷെറിനോട് സംസാരിക്കുമ്പോൾ തന്നെ ജ്യോതിയുടെ മേശപ്പുറത്തെത്തി. ജ്യോതി അതൊക്കെ റൗണ്ട് ചെയ്തു. ഇതിനിടയിലും മറ്റ് ഉദ്യോഗസ്ഥർ ഷെറിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ അവൾ അവളുടേതായ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യോതികുമാർ നിർണായകമായ ഒരു ചോദ്യം ഷെറിനോട് ചോദിക്കുന്നത്. ഷെറിൻ, ആരായി ബാസിത്ത് അലി? പെട്ടെന്ന് ജ്യോതികുമാർ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഷെറിൻ ഞെട്ടി. അവളുടെ ആ ഞെട്ടൽ ശരിക്കും അവൾക്ക് ഒളിക്കാൻ പറ്റാത്ത ശൈലിയിൽ പ്രകടമായിരുന്നു. ബാസിത്ത് അലി എന്ന പേര് കേട്ട് അവളുടെ മുഖം വിളർന്നത് കണ്ട ജ്യോതികുമാർ ഷെറിനോട് പറഞ്ഞു, ഷെറിൻ, നീ ഒളിക്കാനൊന്നും നിൽക്കണ്ട. കാരണം അവർ കൊല്ലപ്പെടുന്നതിന് മുന്നേയും അതിനുശേഷവും നീ ബാസിത്ത് അലിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ബാസിത്ത് അലിയും അവനൊപ്പമുള്ള സുഹൃത്തുക്കളും ആ സമയത്ത് നിന്നോടൊപ്പം നിന്റെ വീട്ടിലുണ്ടായിരുന്നു. ശരിക്കും ഒരു പ്രവചനം പോലെയാണ് ജ്യോതികുമാർ ആ ഡയലോഗ് നടത്തിയത്. അങ്ങനെ ആ ഡയലോഗ് അദ്ദേഹം പറയാനുള്ള കാരണം ബാസിത്ത് അലിയുടെയും ആ ചാറ്റിൽ കണ്ട മറ്റു 2 ആളുകളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഇതിനിടയിൽ IT സെല്ലുകാർ ജ്യോതിയുടെ മുന്നിൽ എത്തിച്ചതുകൊണ്ടാണ്. ഷെറിന്റെ മൊബൈൽ നമ്പർ കാണിക്കുന്ന അതേ മൊബൈൽ ടവർ ലൊക്കേഷനകത്ത് ആ 3 കക്ഷികളുമുണ്ട് എന്ന് പറഞ്ഞാൽ ഷെറിന് സമീപത്ത് അവർ 3 ഉണ്ടെന്നാണ്. അത് മനസ്സിൽ കണക്കൂട്ടിയ ജ്യോതികുമാർ ഒരു മുഴം മുന്നേ അങ്ങ് എറിഞ്ഞതാണ്. അതിൽ പക്ഷേ ഷെറിൻ അങ്ങ് വീണു. ഷെറിൻ അവിടെ മുതൽ ഏതാണ്ട് തത്തയെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അത് പറയും പോലെ ഷെറിൻ സംസാരിച്ചു തുടങ്ങി. അവളുടെ പ്രശ്നം ശരിക്കും ജെനുവിനാണ്. അവളുടെ കണ്ണുകളിൽ അവളുടെ ഭർത്താവ് ഡിസേബിൾഡ് ആണ്. അവളെ പോലെ ചോരയും നീരുമുള്ള ഒരു യുവതിക്ക് എത്ര നാളെന്ന് വെച്ചാണ് ആ ശൈലിയിലുള്ള ഒരാളോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? US അവൾ എത്തുമ്പോൾ അത്തരമൊരു സാഹചര്യത്തെ അവൾ മുന്നിൽ കണ്ടിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാലാണ് കാരണം അവിടെ ഭാര്യയ്ക്ക് അസുഖം വരുന്നതും മരിക്കുന്നതും. അതുകൊണ്ടാണ് അവൾക്ക് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഭർത്താവ് അവൾക്കൊരു വിഷയമായി മാറി. ഒരു വികലാംഗനെ പോലെ കഴിയുന്ന ഭർത്താവിനെ അവളുടെ കൂടെ ജീവിതകാലം മുഴുവൻ സഹിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഷെറിൻ പുറത്ത് കടന്നിരുന്നു.
ഷെറിന് മറ്റ് ആളുകളുമായി ബന്ധമുണ്ടാകാൻ താല്പര്യം തോന്നുന്നത് ആ സമയത്താണ്. അവളുടെ ഏകാന്ത ജീവിതത്തിലേക്ക് ആ സമയത്ത് ഒരു ദൈവദൂതനെ പോലെയാണ് ഓർക്കുട്ട് കടന്നു വന്നത്. ഓർക്കുട്ടും ഓർക്കുട്ടിലെ സൗഹൃദവും അവൾക്ക് പ്രിയപ്പെട്ടതായി മാറി. ആ സൗഹൃദങ്ങളിലൂടെയാണ് അവൾ ബാസിത്തുമായിട്ടും മറ്റു സുഹൃത്തുക്കളുമായിട്ടും അടുപ്പമുണ്ടാക്കുന്നത്. ബാസിത്തുമായി സംസാരിക്കുമ്പോൾ അവൾക്ക് അവളുടെ വേണ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലുണ്ടായി. ആ ഫീല് സാവധാനം ചാറ്റിൽ നിന്ന് ഫോൺ വിളിയിലേക്കും ഫോൺ വിളിയിൽ നിന്ന് വീട്ടിലുള്ള വരവിലേക്കുമായി മാറി. വീട്ടിലേക്കുള്ള ആ വരവ് ക്രമേണ അവർ തമ്മിൽ ഒരു ശാരീരിക അടുപ്പത്തിലേക്ക് കടന്നു. ശാരീരിക അടുപ്പത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് അവളും ബാസിത്ത് അലിയും ഏകദേശം ഒരു ധാരണയിലെത്തിയിരുന്നു. ഷെറിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മോചിതയാകുന്ന നിമിഷത്തിൽ ഷെറിൻ ബാസിത്തിനെ വിവാഹം കഴിക്കുന്നതാണ് അവർ തമ്മിലുള്ള ധാരണ. ഷെറിന് ഒരു കാര്യം അറിയാം, അവളുടെ പേരിൽ ഭാസ്കര കാർണവർ വിൽപത്രം എഴുതി വെച്ചിട്ടുള്ള കാര്യം. അവളുടെ ഭർത്താവ് ഒരു ഡിസേബിൾഡ് പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് ഒരുപോലെയാണ്. അവൾ ബാസിത്തുമായി ഏതെങ്കിലും വീട്ടിൽ താമസമാക്കിയാലും ഭർത്താവ് അവളെ ഒന്നും പറയില്ല എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ധാരണയ്ക്ക് വിരുദ്ധമായി ഒരു റിബലായി മാറിയത് ഭാസ്കര കാർണവരാണ്. ഭാസ്കര കാർണവർ ആദ്യമൊക്കെ അവൾ ചോദിക്കുന്ന അളവിലും അത് കൂടുതലൊക്കെ പണം അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അവൾ ചോദിക്കുന്ന പണം കൊടുക്കാൻ കാർണവർക്ക് ഒരു മടി. കാർണവർ പല കാരണങ്ങൾ പറഞ്ഞ് പണം കൊടുക്കുന്നതെന്ന് ഒഴിഞ്ഞു മാറും. കാർണവർക്ക് ഷെറിൽ സംശയം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഷെറിനുണ്ട്. കാർണവർ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പ്രശ്നമാകുമെന്ന് ഷെറിൻ കരുതിയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഷെറിൻ കാർണവരുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാർണവർ ഷെറിനെ കണ്ടതും എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഷെറിൻ കാണുന്നത്. ഒളിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു ഡോക്യുമെന്റ് ആണെന്ന് ഷെറിന് മനസ്സിലാവുകയും ചെയ്തു. കാർണവർ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആ മുറിയിലേക്ക് കയറിയ ഷെറിൻ ആ ഡോക്യുമെന്റ് അവിടെ നിന്ന് കണ്ടുപിടിച്ചു. ആ ഡോക്യുമെന്റിലൂടെ കടന്നുപോയ ഷെറിൻ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അതൊരു പുതിയ വിൽപത്രമാണ്. ആ വിൽപത്രത്തിൽ അസന്നിഗ്ധമായി ഭാസ്കര കാർണവർ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെറിന് ആ സ്വത്തുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം. ഷെറിന്റെ പേര് ആ വിൽപത്രത്തിൽ പരാമർശിക്കുന്നതേയില്ല. തന്നെ കാർണവർ സുന്ദരമായി തേച്ചുവെന്ന് അപ്പോഴാണ് ഷെറിന് ബോധ്യമായത്. തന്നെ തേച്ച കാർണവർക്ക് യുക്തമായ ഒരു മറുപടി കൊടുക്കണം. ആ നിമിഷത്തിൽ ഷെറിനെടുത്ത തീരുമാനമാണ് അവളെ അയാളുടെ ഇളയ മകന്റെ ഭാര്യയായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാർണവർ ഷെറിന് നൽകിയ വാക്ക് സ്വത്തിൽ പകുതിയാണ്. ആ ഉറപ്പിൽ നിന്നാണ് കാർണവർ ഇപ്പോൾ പിന്മാറുന്നത്. ഷെറിന് വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എഴുതിയ ആ വിൽപത്രം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതാ കാർണവർ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഒരുപാട് വിഷമവും ഒരുപാട് സങ്കടവും ഒരുമിച്ച് ഷെറിനെ തേടി വരികയാണ്. ഷെറിന് കാർണവരെ അവസാനിപ്പിക്കാനുള്ള ഒരു ആഗ്രഹവും വാശിയൊക്കെ സ്വാഭാവികമായി ഉണ്ടായി. ഷെറിൻ ആ കാര്യം അവളുടെ സുഹൃത്തായ ബാസിത്ത് അലിയുമായി പങ്കുവച്ചു. ബാസിത്ത് അലിയും ഷെറിനും മറ്റു രണ്ട് സുഹൃത്തുക്കളും പലപ്പോഴും ഷെറിന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടാറുണ്ട്. ആ വീട്ടിലല്ലാതെയും അവര് പുറത്തു വെച്ച് ഒന്നിച്ച് കാണാറുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ആ നാലര സംഘം വിശദമായി ആ കാര്യം ചർച്ച ചെയ്തു. കാർണവർ കാണിച്ചിരിക്കുന്നത് കൊടും ചതിയാണ്. പകുതി സ്വത്ത് കൊടുക്കാന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പോ കുറെ വർഷം കഴിഞ്ഞപ്പോൾ സ്വത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ അംഗീകരിക്കാനാവുക? അത് ചതിയാണ്. ആ ചതിക്ക് ഒരു മറുചതി ഉറപ്പായും വേണം. ആ ധാരണയിലേക്ക് ഷെറിൻ അവളുടെ ആ കൂട്ടുകാരെ എത്തിച്ചു എന്ന് തന്നെ പറയാം. അവരും ഷെറിനൊപ്പം നിൽക്കാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ ആ പ്ലാൻ അവർ നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് അവര് നവംബർ 7 ആ തീയതി തിരഞ്ഞെടുത്തത്. അതിന് മുന്നോടിയായി ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിലൊന്ന് ആ വീട്ടിലെ പട്ടികളാണ്. അപരിചിതർ രാത്രിയിൽ ആ വീട്ടിലേക്ക് വന്നാൽ ആ പട്ടികൾ കുരയ്ക്കും. അതിൽ ഒരു മാറ്റവും വരുത്തില്ല. പട്ടികൾ കുരയ്ക്കാതിരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പട്ടികൾക്ക് ഉറക്ക ഗുളിക കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവർക്കുണ്ടായത്. പട്ടികൾക്ക് കൊടുക്കാനുള്ള ഉറക്ക ഗുളിക വാങ്ങിക്കാനുള്ള ചുമതല ഷെറിൻ കൊടുത്തത് ആ വീട്ടിലെ ഡ്രൈവറായ ഉദയനാണ്. ഉദയനെ കൊണ്ട് ആ ഉറക്ക ഗുളിക വാങ്ങിച്ച ഷെറിൻ അത് പട്ടികൾക്ക് ആ രാത്രി കൊടുക്കുകയും ചെയ്തു. പട്ടികൾ അതുകൊണ്ടാണ് അവിടെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും അറിയാതെ പോയത്. ജോലിക്കാരി അടുക്കള വാതിൽ അടച്ച് കുറ്റിയിട്ട് അവളുടെ മുറിയിൽ പോയി കിടന്ന് ഉറക്കം പിടിച്ചതിന് ശേഷം ബെഡ്റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ഷെറിൻ അടുക്കള വാതിൽ തുറന്നു വെച്ചിരുന്നു. നേരത്തെ
എതിർ വീട്ടിലെ ആ അയൽക്കാരൻ കണ്ട ആ കാഴ്ച ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ബാസിത്ത് അലിയാണ് യഥാർത്ഥത്തിൽ അവിടെ അയാൾ കണ്ട വ്യക്തി. അയാൾ കാത്തുനിന്നത് അയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. ആ അയൽക്കാരൻ ഗേറ്റ് പൂട്ടി അകത്ത് പോയി കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തുക്കൾ അവിടെ എത്തിയിരുന്നു. ആ മൂവർ സംഘം മതിൽ ചാടി അകത്ത് കിടന്ന് ശബ്ദമുണ്ടാക്കാതെ അടുക്കള ഭാഗത്തെത്തി അടുക്കള വഴി അകത്തേക്ക് കടന്നു. അകത്തേക്ക് വന്ന മൂവർ സംഘം നേരെ എത്തിയത് ഡൈനിങ് ടേബിളിലാണ്. ഡൈനിങ് ടേബിളിൽ അവരെ കാത്ത് ഒരു മദ്യക്കുപ്പി ഇരിപ്പുണ്ട്. ശരിക്കും ആ മദ്യം ഷെറിൻ വാങ്ങിപ്പിച്ചത് ഡ്രൈവർ ഉദയനെ കൊണ്ടാണ്. ഉദയൻ ഷെറിൻ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പതിവുള്ളത് കൊണ്ട് മദ്യവും സ്ലീപ്പിംഗ് പിൽസും വാങ്ങിച്ചപ്പോൾ അവന് അന്ന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല. മാഡം ഉറക്കക്കുളി കഴിച്ചായിരിക്കും ചിലപ്പോൾ ഉറങ്ങുന്നെന്ന് കരുതിയിട്ടാണ് ഉദയൻ അത് വാങ്ങിച്ചു കൊടുത്തത്. എന്തായാലും ഉദയൻ അവിടെ ഉള്ളപ്പോൾ തന്നെ അകത്ത് ആ മൂവർ സംഘം ഷെറിനൊപ്പം ഇരുന്ന് മദ്യപിച്ചു തുടങ്ങി. മദ്യപിച്ച് ഒരു സ്റ്റേജ് ആയതും അവരുടെ ആക്ടിവിറ്റി നടപ്പാക്കാൻ തീരുമാനിച്ചു. ആ മൂവർ സംഘം കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം തോർത്തുമായി കാർണവരുടെ മുറിയിലെത്തി. കാർണവരുടെ മുറി അകത്തുനിന്ന് പൂട്ടാറില്ല, വാതിൽ ചാരാറേ ഉള്ളൂ. ശബ്ദമുണ്ടാക്കാതെ ആ ചാരിയോ വാതിൽ തുറന്ന് അകത്തേക്ക് ആദ്യം കടന്നത് ബാസിത്ത് അലിയാണ്. ബാസിത്ത് അലിയുടെ പുറകെ മറ്റ് രണ്ടുപേരും കടന്നു. പുറകെ കയറിയ നിധിനും ഷാനുവും ശബ്ദമുണ്ടാക്കാതെ കാർണവരുടെ അടുത്തെത്തി. ഷാനുവും നിധിനും കാർണവരുടെ കട്ടിലിന്റെ രണ്ട് ഭാഗത്തായി നിൽക്കുമ്പോൾ ബാസിത്ത് അലി കയ്യിൽ കരുതിയിരുന്ന ആ ക്ലോറോഫോമിന്റെ അടപ്പഴിച്ച് കുപ്പിയിൽ നിന്ന് ക്ലോറോഫോം ആ തോർത്തിലേക്ക് പതുക്കെ ചേർത്തു. ആവശ്യത്തിന് ക്ലോറോഫോം ആയെന്ന് മനസ്സിലായതും കുപ്പി അടച്ചിട്ട് അവൻ ആ തോർത്ത് കൊണ്ട് കാർണവരുടെ മൂക്കിലേക്ക് പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കാർണവർ ഞെട്ടി എണീറ്റു. അയാൾ ഞെട്ടി എണീക്കുമ്പോൾ അയാൾ കാണുന്നത് അയാളുടെ മൂക്കിലേക്ക് ഒരു തോർത്ത് കൊണ്ടുവന്ന് ഒരാൾ ബലമായി പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. കാർണവർ ബാസിത്ത് അലിയുടെ കൈ തള്ളി മാറ്റാൻ ശ്രമിച്ചതും കാർണവരുടെ വയറ്റിലേക്ക് ചാടി വീണ നിതിൻ മുട്ടുകാലി കൊണ്ട് വയറ്റിൽ ആഞ്ഞിടിച്ചിട്ട് അയാളുടെ രണ്ട് കൈയും വലിച്ചൊരൊറ്റപ്പെടുത്തും. നിതിന്റെ മുട്ടുകാലി കൊണ്ടുള്ള ഇടിയേറ്റ് വയറിൽ വൻതോതിൽ വേദന അനുഭവപ്പെട്ട കാർണവർ ആ കട്ടിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഷാനു അയാളുടെ രണ്ട് കാലുകളും അമർത്തിപ്പിടിച്ചു. കാലുകളിൽ ഷാനുവും നടുക്ക് നിധിനും തലയ്ക്ക് ബാസിത്ത് അലിയും. ആ സംഘം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കാർണവരെ അവസാനിപ്പിച്ചു. കാർണവരുടെ മൂക്കിലേക്ക് ആ ക്ലോറോഫോം ചേർത്ത് പിടിച്ച് കാർണവരെ നിശബ്ദനാക്കാനായിരുന്നു ബാസിത്ത് അലിയുടെ തുടക്കത്തിലെ ശ്രമം. പക്ഷെ കാർണവർ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ബാസിത്ത് ആ തോർത്ത് നേരെ കാർണവരുടെ കഴുത്തിലേക്ക് ഇട്ടു. കഴുത്തിൽ ആ തോർത്തിട്ട ബാസിത്ത് ആ തോർത്ത് വലിച്ചു മുറുക്കി. കാർണവർക്ക് അനങ്ങാൻ കഴിയാതെ, ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ കാർണവർ അവിടെ ആ നിമിഷം അവസാനിച്ചു. ആ തോർത്ത് ശരിക്കും വലിച്ചു മുറുക്കിയ ബാസിത്ത് അയാൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും അടുത്ത് കിടന്ന തലനെടുത്ത് കാർണവരുടെ മുഖത്തേക്ക് വെച്ചിട്ട് മുഖത്ത് അത് അമർത്തിപ്പിടിച്ചു. ആ കാർണവരുടെ ബോഡിയിൽ തരിമ്പെങ്കിലും ശ്വാസം ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ബാസിത്ത് ആ തലയണ കൊണ്ട് കാർണവരുടെ മുഖത്ത് അമർത്തിപ്പിടിച്ചത്. കാർണവർ അവസാനിച്ചു എന്ന് ഉറപ്പായതും അവര് ആ മുറിയിലുണ്ടായിരുന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോണും കാർണവരുടെ കഴുത്തിലുണ്ടായിരുന്ന ആ മാലയും അതുപോലെ അവിടെ ആ ഷെൽഫിലുണ്ടായിരുന്ന 8000 രൂപയും കയ്യിലെടുത്തു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ അവിടെ ഷെറിൻ കൊണ്ടുവച്ചിരുന്ന ആ മുളക് പൊടിയുടെ ടിന്നെടുത്ത് തുറന്ന് ആ മുളക് പൊടി അവിടെ മുഴുവൻ വിതറി. ഒരു കാരണവശാലും പോലീസ് നായെ മണം പിടിച്ച് അവരിലേക്ക് എത്തരുത്. അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് ആ സംഘം അവിടുന്ന് പുറത്തേക്ക് നടന്ന് അടുക്കള വാതിൽ വഴി പുറത്തിറങ്ങുന്നതും അതിനുശേഷം മതിൽ ചാടി രക്ഷപ്പെടുന്നതും. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വീട്ടുകാവൽക്കാരൻ ഉദയൻ അവിടെ ആ ഗേറ്റിനടുത്തുള്ള ആ മുറിയിലുണ്ട്. അയാള് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞതേയില്ല. വീടിനകത്ത് തന്നെയുള്ള ജോലിക്കാരി കമലമ്മയും ശബ്ദം കേട്ടില്ല. അവരെല്ലാവരും പോയി കഴിഞ്ഞ് ഉറപ്പായതും ഷെറിൻ ബാസിത്ത് അലിയെ ഫോണിൽ വിളിച്ചു. ബാസിത്ത് അലിയും ടീമും സുരക്ഷിതമായി വീടുകളിൽ എത്തിന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവള് രാത്രി 2:30 മണിക്ക് ഒരിക്കൽ കൂടി ബാസിത്ത് അലിയെ വിളിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഷെറിന്റെ മുറിയിൽ ഷെറിന്റെ ഭർത്താവും കുഞ്ഞും ഉണ്ട്. അവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതേയല്ല. ഒരു വൈകല്യമുള്ള വ്യക്തിയാണ് ഷെറിന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ആ കക്ഷി നേരത്തെ ഉറങ്ങുന്ന പതിവുണ്ട്. അയാള് സുഖനിദ്രയിൽ ആയിരിക്കുമ്പോഴാണ് അയാളുടെ പിതാവിനെ അയാളുടെ ഭാര്യയെ കൊലപ്പെടുത്താൻ ഗുണ്ടകളെ അകത്തേക്ക് കയറ്റിയത്. ഷെറിൻ അതിമനോഹരമായിട്ട് ജ്യോതികുമാറിനോട് കഥ പറഞ്ഞതും ജ്യോതികുമാറിനും ടീമിനും ഇനി ആ 3 ആളുകളെ പിടിച്ചാൽ മാത്രം മതി എന്ന സ്റ്റേജിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷെ ആ 3 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ആ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന അവന്മാരുടെ ആ മൊബൈൽ ഫോണുകളും അവയുടെ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് നമ്പറും ഒക്കെ സൈപ്രസിൽ നോട്ട് ചെയ്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ
5-ാം ദിവസം അവർക്ക് അതിൽ ഒരു ഫോണ് സ്വിച്ച് ഓൺ ആയതായി മനസ്സിലായി. അതങ്ങ് ബാംഗ്ലൂരാണ്. മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച പോലീസിന് അവിടെ എത്താനും ആ മൂവർ സംഘത്തിന് പോക്കാനും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കേരളത്തെ പിടിച്ചുകൊല്ലിക്ക് ഭാസ്കര കാരണവർ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണക്കാരെ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ജ്യോതികുമാറും സംഘവും ആലപ്പുഴയിൽ എത്തിച്ചു. 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോർട്ടിലാണ് വിചാരണ. കൃത്യം 1.5 മാസം കൊണ്ട് വിധി വരികയും ചെയ്തു. ഭാസ്കര കാരണവരെ കൊല്ലാനുള്ള മോട്ടീവ് കാരണവർ വിൽപത്രം മാറ്റി എഴുതിയതാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു. കൊലപാതകത്തിന് മോട്ടീവുണ്ട്. കൊല എങ്ങനെ നടന്നുവെന്നും വിശദമായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. തോർത്തിലെ ക്ലോറോഫോം പ്രതികൾ തന്നെ കൊണ്ടുവന്നതാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തു. കൊല നടക്കുന്ന രാത്രിയിൽ പട്ടികൾ നിശബ്ദരായാൻ വേണ്ടി വാങ്ങിച്ച ആ ഉറക്ക ഗുളികൾ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചതെന്നും കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു. അതോടൊപ്പം ആ മദ്യം വാങ്ങിച്ച ബില്ലും ഒക്കെ കൊണ്ടുവന്നു. അതായത് സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അവിടെ മറ്റൊരു സാക്ഷി കമലമ്മയാണ്. കമലമ്മ രാവിലെ എണീക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ അടുക്കള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷെ അവളോട് ആ കാര്യം പോലീസിനോട് പറയണ്ട എന്ന് സൂചിപ്പിച്ചത് ഷെറിനാണ്. അതിന് ഷെറിന് ഒരു കാരണം കമലമ്മയോട് പറയാനുണ്ടായിരുന്നു. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്ന് പോലീസിനോട് അവർ പറഞ്ഞാൽ പോലീസ് അവരെ ചിലപ്പോൾ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അവരെ എന്ന് ഉദ്ദേശിക്കുന്നത് ജോലിക്കാരിയും അതുപോലെ ഉദയനെയൊക്കെയാണ്. അത് ചിലപ്പോൾ അവർക്ക് പ്രശ്നമാകും. അങ്ങനെ ഷെറിൻ പറഞ്ഞതുകൊണ്ടാണ് ആ തുറന്നിടുന്ന വാതിലിനെ കുറിച്ച് യഥാർത്ഥത്തിൽ കമലമ്മ പോലീസിനോട് പറയാതിരുന്നത്. ശരിക്കും ഇവിടെ ഷെറിൻ 2 രീതിയിലാണ് ചിന്തിച്ചത്. തലേദിവസം രാത്രി ഷെറിന് വേണമെങ്കിൽ ആ വാതിൽ അടയ്ക്കാമായിരുന്നു. അടയ്ക്കാത്തതിന് കാരണം വീടിനകത്തേക്ക് ആള് കയറിയതിനും പോയതിനും തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ്. വാതില് അടഞ്ഞിരുന്നാൽ അകത്തുള്ള ആള് കൊല നടത്തി എന്ന് പോലീസ് കണ്ടെത്തിയേക്കും. അത് ഉറപ്പായും ഷെറിന് എതിരായി മാറുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ടാണ് ഷെറിൻ ആ വാതില് അടയ്ക്കാതിരുന്നത്. പക്ഷെ രാവിലെ കമലമ്മ അവൾ ആ വാതിൽ അടച്ചിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ ഷെറിൻ നിൽക്കക്കളിയില്ലാതെ കമലമ്മയോട് ആ കാര്യം പോലീസിനോട് പറയേണ്ടെന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഷെറിന്റെ പ്ലാനിൽ നിന്ന് ലേശം മാറിപ്പോയ പദ്ധതി അവിടെയാണ് ഉണ്ടായത്. അത് കമലമ്മ കോടതി പറഞ്ഞപ്പോൾ അതും ഷെറിനെതിരായുള്ള തെളിവായി മാറി. വാസുദേവനും അതുപോലെ ആ വക്കീലും ഷെറിനെതിരായി ഒരുപാട് കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞത്. അതിന് പുറമെയാണ് അവിടുന്ന് മോഷണം പോയ ആ ലാപ്ടോപ്പ് പ്രതികളുടെ സഹായത്താൽ ആന്ധ്രയിൽ നിന്ന് കണ്ടെടുത്തത്. അതേ പ്രതികളുടെ സഹായത്താൽ തന്നെ കാരണവരുടെ കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷമാല ഒരു ജുവലറി പോയി കണ്ടെടുക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷെ ആ ജുവലറിയിൽ നിന്ന് രുദ്രാക്ഷ മാത്രമേ പോലീസിന് കിട്ടിയുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരുന്നു. പക്ഷെ ആ മാല അവിടെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം ജുവലറിക്കാർ കോടതിയിൽ പറയുകയും ചെയ്തു. ഇതിനു പുറമെയാണ് രാത്രിയിൽ ആ മതിലിന് പുറത്തു കണ്ട ആളെ പരേഡ് സമയത്ത് എതിർഭാഗത്തുള്ള ആള് തിരിച്ചറിയുന്നത്. ആ ആൾ ഉൾപ്പെടെ 96 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഈ കേസിന് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയത്. അതിനു പുറമെ 12 തെളിവുകളും. ഷെറിന് കോടതി വിധിച്ചത് 3 ജീവപര്യന്തമാണ്. മകളെപ്പോലെ കണ്ട് കൂടെ നിർത്തിയ ഷെറിൻ കാരണവരെ കൊന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കുറ്റകൃത്യമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് മാവേലിക്കരയിലെ ആ സെഷൻ ജഡ്ജ് ആ വിധി പറഞ്ഞത്. ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെറിൻ ആദ്യം ജയിലിലായത് പൂജപ്പുരയിലാണ്. അവിടുന്ന് നെയ്യാറ്റിൻകരയിലേക്കും അതിനുശേഷം അവിടുന്ന് കണ്ണൂരേക്കും ഷെറിൻ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഷെറിന്റെ ഈ ജയിലിനകത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോൾ പുറത്ത് ലീക്കായിട്ട് നമ്മളൊക്കെ വായിക്കാറുണ്ട്. ഷെറിൻ ജയിലിനകത്തൂടി നടക്കുമ്പോൾ കുടയൊക്കെ പിടിച്ച് നടക്കുന്നത്. വെയിലടിച്ച് വാടിപ്പോകാതിരിക്കാൻ കുട ഷെറിന് നിർബന്ധമാണ്. അതുപോലെ ഷെറിന് സംസാരിക്കാനായി മൊബൈൽ ഫോണ് എപ്പോഴും കിട്ടുമെന്നും മറ്റ് തടവുകാർ പരാതി പറയാറുണ്ട്. അതുപോലെ ഷെറിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ബാധിതപ്പെട്ട ആളുകൾ ആ ജയിലിനടുത്തുണ്ടെന്ന് മറ്റ് തടവുകാർ പരാതി പറയാറുണ്ട്. ഷെറിന് വേണ്ടി പ്രത്യേകം ബ്യൂട്ടീഷ്യന്മാരെയൊക്കെ ജയിലധികാരികൾ ഏർപ്പാടാക്കി കൊടുക്കുന്നൊക്കെയാണ് ആരോപണം. മറ്റ് തടവുകാരെയൊക്കെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. യൂണിഫോം ഡ്രസ്സാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഷെറിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. കഴിഞ്ഞ 14 വർഷമായിട്ട് ഷെറിൻ ജയിലിലാണ്. ഇതിനിടയിൽ പക്ഷേ ഷെറിൻ പലപ്പോഴും ജയിലിന് പുറത്തെത്തിയിരുന്നു. 500 ദിവസത്തെ പരോളാണ് ഇതിനിടയിൽ ഷെറിന് കിട്ടിയത്. സാധാരണഗതിയിൽ ഒരു തടവുകാർക്കും ലഭിക്കാത്ത അത്രയും പരോള് ലഭിക്കാൻ ഷെറിനെ സഹായിച്ചത് അതാത് സമയത്തെ ഭരണകൂടങ്ങളുമായിട്ടുള്ള ഷെറിന്റെ അടുപ്പമാണെന്നൊക്കെയുള്ള ആരോപണം വളരെ സജീവമായി നിലനിൽക്കുകയാണ്. ആ ആരോപണം നിലനിൽക്കുമ്പോഴാണ്
ഷെറിനെ 14 വർഷം പൂർത്തിയാക്കി എന്ന കാരണത്താൽ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. അതിനെതിരെ ശരിക്കും സമ്മർദ്ദമുണ്ട്, അനുകൂലമായിട്ടും സമ്മർദ്ദമുണ്ട്. എന്തായാലും ഷെറിൻ്റെ കഥ നമ്മൾ അറിയുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ഒന്നാണെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത്. കുറ്റവാളികൾ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ്. കുറ്റം ചെയ്യാനുള്ള അവരുടെ മോട്ടീവും നമ്മളെ അതിശയിപ്പിക്കും. വളരെ രസകരമായ ഒരു കഥ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് സെമിത്തേരിയിൽ നിന്ന് ശവം മോഷ്ടിക്കുന്ന ഒരാളുടെ കഥയാണ്. മോഷണം പല രീതിയിലുണ്ട്. പക്ഷെ ശവങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ നമ്മളുടെ ഒന്നും സങ്കല്പത്തിൽ ഇല്ലാത്ത ഒരു വിഷയമാണ്. അങ്ങനെയും കഥാപാത്രങ്ങളുണ്ട്. ആ കഥ ഞാൻ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.